വീണ്ടും പറയുന്നു, കേരളം മുടിപ്പിക്കാനുള്ള പിണറായി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ നാട് മുടിപ്പിക്കും. ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു. നമസ്കാരം. ഇന്നലെ രാത്രിയിലെ വാർത്ത കണ്ടവർക്കറിയാം, ഇന്നലെ രാത്രി 9 മണിയായപ്പോൾ അരങ്ങേറിയ നാടകീയ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറുനാടൻ ചാനലിന്റെ ഓണറായിട്ടുള്ള ഷാജൻ സക്രിയെ പോലീസുകാര് ഷർട്ട് പോലും ഇടിയിപ്പിക്കാതെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന കാഴ്ച. അപ്പോൾ നമുക്കാണെങ്കിലും തോന്നും, ഷർട്ട് പോലും ഇടാൻ അദ്ദേഹത്തെ സമ്മതിച്ചില്ല, പാതിരാത്രി വീട്ടിൽ കയറി ഫുഡ് കഴിക്കാൻ പോലും സമ്മതിക്കാതെ പുള്ളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, ഇത് എവിടുത്തെ നീതിയാണ്, എവിടുത്തെ നിയമമാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഏതോ ഒരു സ്ത്രീ, മാഹി സ്വദേശിയായിട്ടുള്ള ഒരു യുവതി കൊടുത്ത പരാതിயின் മേലാണ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത്. പുള്ളിക്ക് മുൻകൂട്ടി നോട്ടീസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല എന്നാണ് ഷാജൻ സക്രിയ പറയുന്നത്. പോലീസുകാർ വരുമ്പോഴാണ് ഇങ്ങനൊരു കാര്യം പുള്ളി തന്നെ അറിയുന്നതെന്നാണ് ഷാജൻ സക്രിയ പറയുന്നത്. അപ്പൊ അതിനുശേഷം ഷാജൻ സക്രിയയുടെ വക ഒരു വലിയ പ്രകടനമൊക്കെ നടത്തി. ആ പ്രകടനം നമുക്ക് എന്തായാലും ഒന്ന് കാണാം. പിണറായി തുലയട്ടെ, വീണ്ടും വീണ്ടും പറയുന്നു, കേരളം മുടിപ്പിക്കാനുള്ള പിണറായി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ നാട് മുടിപ്പിക്കും. ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു. ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു. എന്നെ ഉടുപ്പിടാതെ ജയിലിക്കുള്ള വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നാണ്. പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിലടയ്ക്കും. ഭക്ഷണം കഴിച്ചോണ്ടിരുന്നല്ലേ പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് പിടിച്ചോണ്ട് പോന്നു. എന്നോട് പിടിച്ചോണ്ട് പോന്നു. എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് വന്നു. കേസ് എന്താണെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെയും അഴിമതിക്കെതിരെ പോരാടും. പിണറായി തുലയട്ടെ. അഴിമതിയുടെ വീരൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി. പുള്ളിക്ക് വീട് കിട്ടിയ അവസരം പുള്ളി നല്ലതുപോലെ വിനിയോഗിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ, ഇന്നും പുള്ളിയുടെ വീഡിയോസ് ആണ് മാധ്യമങ്ങളിൽ മുഴുവനായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇന്നലത്തെ രാത്രിയിലത്തെ വാർത്ത നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ മുഴുവനായിട്ടും ഷാജൻ സക്രിയ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇന്നലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പുള്ളിയുടെ വക ഒരു പ്രതിഷേധവും നടത്തി. ഷർട്ടിടാതെയാണ് പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഷർട്ടിടാനുള്ള സമയമൊക്കെ പോലീസുകാർ കൊടുത്തു കാണും. പുള്ളി മനഃപൂർവ്വം ഷർട്ടിടാഞ്ഞതാണ്. പോലീസുകാർ തന്നെ പറയുന്നുണ്ട്, കെഞ്ചി പറഞ്ഞതാണ് ഷർട്ടിടാൻ, പക്ഷേ ഷർട്ടിട്ടില്ല. എന്നിട്ട് വെളിയിൽ ഇറങ്ങിയ സമയത്ത് പുള്ളിക്ക് ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു പോലീസുകാര്. പക്ഷെ ആ വാങ്ങിച്ചു കൊടുത്ത ഷർട്ടും പുള്ളി ഇടാൻ കൂട്ടാക്കിയില്ല. കാരണം ഷാജൻ സക്രിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പാറ്റേണിലുള്ള ഷർട്ടാണ് ഇടുന്നത്. എല്ലാ വീഡിയോയിലും ആ ഒരു സിമിലർ പാറ്റേണിലുള്ള ഷർട്ടാണ് ഇടുന്നത്, സിമിലർ കളറിലുള്ള ഷർട്ടാണ് ഇടുന്നത്. ആ ഷർട്ട് മാത്രമേ അദ്ദേഹം ധരിക്കത്തുള്ളൂ എന്ന് പോലീസുകാരോട് പറഞ്ഞു. മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയപ്പോഴൊക്കെ തന്നെ പുള്ളിക്കാരൻ ഷർട്ട് ഇടാതെ ആ ഒരു കൈലി മാത്രം ഉടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ പ്രതികരണത്തിന് കുറച്ചും കൂടി ഒരു വീര്യം കൂടി. ഷർട്ടിടാതെ ഒരു മനുഷ്യനെ രാത്രിയിൽ പിടിച്ചുകൊണ്ട് പോകുന്നു പോലീസുകാർ. പക്ഷെ പോലീസുകാരൊക്കെ വളരെ മാന്യമായിട്ടാണ് പുള്ളിയോട് പെരുമാറിയെന്നാണ് പറയുന്നത്. ആ സമയത്ത് തന്നെ പുള്ളിക്ക് ജാമ്യവും കിട്ടി. പുള്ളിയെ ജയിലിൽ അധികം നേരം ഇടാൻ വേണ്ടിയിട്ട് പോലീസുകാർക്ക് സാധിച്ചില്ല. അപ്പോൾ തന്നെ പുള്ളിക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. പുള്ളി പുറത്തിറങ്ങുകയും ചെയ്തു. പുറത്തിറങ്ങിയതിനു ശേഷം പുള്ളി നടത്തിയൊരു പ്രതികരണമുണ്ട്, അതും കൂടി നമുക്ക് കേൾക്കാം. ഇതിന്റെ അകത്ത് വിജയത്തിന്റെയോ തോൽവിയുടെയോ ഒന്നും പ്രശ്നമില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു. അതൊരു രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് മനസ്സിലാക്കാമോ? തീർച്ചയായിട്ടും. കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നതിനേക്കാൾ അഗ്രസീവായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെപ്പോലെ അഗ്രസീവ് അല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും. ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും 2 ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നത് ഞാൻ കരുതുന്നു. അറിയില്ല, ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ മെസ്സേജ് തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ഷാജൻ സക്രിയ പുറത്തിറങ്ങിയതിനു ശേഷം പുള്ളി നടത്തിയ പ്രതികരണം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു സംശയമാണ്, ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പോലീസുകാരും നമ്മുടെ സർക്കാരും ഒക്കെ തന്നെ ഇത്തരം പ്രഹസനം കാണിക്കുന്നത്? ഒരാളെ കൊട്ടി ഘോഷിച്ചുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയാകുന്നു. ഇന്നലെ മുഴുവൻ ഷാജൻ സക്രിയ എന്ന് പറയുന്ന വ്യക്തിയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. വലിയ രീതിയിൽ അത് വാർത്തയാകുന്നു. എന്നിട്ട് അപ്പൊ തന്നെ പുള്ളിക്ക് ജാമ്യവും കിട്ടുന്നു. വേടന്റെ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ കണ്ടതാണ്. വേടിന്റെ പേരിൽ അനാവശ്യമായിട്ടായിരുന്നു ആ ഒരു വനം വകുപ്പിന്റെ കേസ് വന്നത്.
വേടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, കൈവിലങ്ങ് വെച്ച് വലിയ രീതിയിൽ വാർത്തയാകുന്നു. അവസാനം വേടന് നല്ല പബ്ലിസിറ്റി നേടിക്കൊടുത്തു. ഇപ്പൊ അതേ പരിപാടി തന്നെയാണ്, സിമിലർ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചത്. ഷാജൻ സക്രിയുടെ പേരിൽ എങ്ങോ നടന്ന് ഏതോ സമയത്ത് നടന്നൊരു കേസ്, ഏതോ സമയത്തെന്ന് ഞാൻ പറഞ്ഞത് ഡിസംബറിലാണ് പുള്ളി ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ പുള്ളി ഒരു സ്ത്രീയെ വീഡിയോ ചെയ്ത് അപമാനിച്ചു, ആ സ്ത്രീയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അപമാനിച്ചു, അപകീർത്തിപ്പെടുത്തി എന്നാണല്ലോ പുള്ളിക്കെതിരെയുള്ള കേസ്. ആ യുവതിയും അങ്ങനെയാണ് കേസ് കൊടുക്കുന്നത്. ഇത് 2024 ഡിസംബറിൽ നടന്നതാണ്. ഇപ്പൊ 5 മാസമാകുന്നു. നമ്മളിപ്പോ നമുക്കെതിരെ ആരെങ്കിലും വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ കേസ് കൊടുക്കില്ലേ? ഉറപ്പായിട്ടും കേസ് കൊടുക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു യൂട്യൂബർ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ നമുക്കെതിരെ ഒരു വീഡിയോ വന്നു, ആ വീഡിയോ ജെന്യുവിൻ അല്ലാത്ത വീഡിയോ ആണ്, നമ്മളെ അപമാനിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ്, നമ്മൾ ഉടനെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൊണ്ടുപോയി കേസ് കൊടുക്കും. അപ്പൊ അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ അറസ്റ്റ് നടക്കത്തില്ലേ? നടക്കും. ഇത് 5 മാസത്തിന് ശേഷമാണ് കേസ് കൊടുക്കുന്നത്, 5 മാസത്തിന് ശേഷമാണ് അറസ്റ്റ് നടക്കുന്നത്. അതിൽ തന്നെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഉറപ്പായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണാം. ഇനി ഏതാണ് ഈ കൃത്യമായിട്ടുള്ള കേസ് എന്നും കൂടി പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതും കൂടി നമുക്ക് കേൾക്കാം. ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട്. ഇയാൾ ഇപ്പം കേരള പോലീസിൽ ലുക്കൗട്ട് നോട്ടീസുള്ളതാണ്. ദുബായിൽ അയാൾ ജയിലിലാണ് ഇപ്പോൾ. ഇയാൾ എന്തോ ഒരു കെൻസ വെൽനസ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ്. ഇയാൾക്കെതിരെ വാർത്ത. അപ്പോൾ ഇയാളുടെ തട്ടിപ്പിൻ്റെ കൂട്ടാളിയാണ് ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജറായ ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട്, അവർക്കെതിരെ തെളിവുകളുണ്ട്. അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു പേര് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം, അല്ലാതെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ആ തട്ടിപ്പിനെക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ് എനിക്ക് നോക്കാനുള്ള സമയങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഷാജൻ സക്രിയ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഇൻസിഡന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിലാണ് ആ ഒരു യുവതിയുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ വെച്ചേക്കുന്നത്. അതിനകത്താണ് ആ യുവതിയെ കുറിച്ച് സംസാരിക്കുന്നത്. ആ ഒരു കേസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാജൻ സക്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക്, മറുനാടൻ ചാനലിന്റെ ഉടമയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ പബ്ലിസിറ്റി ഗവൺമെന്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന്. ഈ കേസ് ഒന്നും കാരണമായിരിക്കില്ല. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ 1-2 കാര്യം പറയാം. അതായത് മറുനാടൻ ചാനലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റീസെന്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ എടുത്തു നോക്കണം. അപ്പോൾ അത് എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ഒക്കെ അദ്ദേഹത്തെ കുത്തിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് കഴിഞ്ഞ ദിവസവും അതിന് മുമ്പത്തെ ദിവസവും ഒക്കെ ഒരുപാട് വീഡിയോസ്, 3-4 വീഡിയോസ് ഒക്കെയാണ് ഓരോ ദിവസവും ചെയ്തിട്ടേക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും അവർ നടത്തിയ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോസ് ചെയ്തപ്പോൾ ഇയാളുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ 2 ഭാഗത്ത് നിന്നല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ സെന്ററിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അത് മറുനാടൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ DGPക്കൊക്കെ മറുനാടനോട് വൈരാഗ്യമുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് ദേഷ്യമുണ്ട്. മുഖ്യമന്ത്രി മനഃപൂർവ്വം ഇയാളുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തിയതെന്നാണ് മറുനാടൻ തന്നെ പറയുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു അറസ്റ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായത് ആർക്കാണ്? നമ്മുടെ സർക്കാരിനോ പോലീസുകാർക്കോ ആർക്കെങ്കിലും ആണോ പ്രയോജനം ഉണ്ടായത്? അല്ല, മറുനാടൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്കാണ്, ഷാജൻ സക്രിയ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്കാണ്. അദ്ദേഹത്തിന്റെ ചാനലിലാണ് കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയത്. ഇതുവരെ അറിയാത്ത ആൾക്കാരും കൂടി അദ്ദേഹത്തിന്റെ ചാനലിനെ കുറിച്ച് അറിഞ്ഞു. എനിക്ക് തോന്നുന്നു അത്യാവശ്യം പബ്ലിസിറ്റി ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. എനിക്ക് തോന്നുന്നു മറുനാടൻ ചാനലിൽ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 3 ചാനലുണ്ടല്ലോ, 3 ചാനലിലും മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസും ഉള്ള ചാനലുകളാണ്. ഇനിയും കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടി, കുറച്ചും കൂടി മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന വ്യക്തിയെ ആൾക്കാർ അറിഞ്ഞു. ചുളുവിന് പബ്ലിസിറ്റി കിട്ടി, ചുളുവിന് പരസ്യം കിട്ടിയതുപോലെ ആയിപ്പോയി. സത്യത്തിൽ പ്രഹസനമല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? സത്യം പ്രഹസനം മാത്രമാണ് നടക്കുന്നത്. ഒരാൾക്കെതിരെ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ കംപ്ലീറ്റ് ആയിട്ട് അകത്തിടാൻ പറ്റുന്ന രീതിയിലുള്ള കേസ് ആയിരിക്കണം. അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ റിമാൻഡ് ചെയ്തിട്ട് ജയിലിൽ ഇടാനുള്ള കേസ് ആയിരിക്കണം. പക്ഷേ ഇപ്പൊ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കേസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകും, പിന്നെ ആ കേസ് തള്ളിപ്പോകും, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടും. അങ്ങനെ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. വളരെ കഷ്ടമാണ് നമ്മുടെ നാടിന്റെ കാര്യം.